എല്ലാവർക്കും Nimshas കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇന്തോ ചൈനീസ് സൂപ്പ് ആയിട്ടുള്ള വെജ് മാൻചോ എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ റെസ്റ്റോറന്റ് സ്റ്റൈലിലാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ വിന്ററിന്റെ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൂപ്പ് ഐറ്റം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാ. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വെജ് മാൻചോ സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും. നൂഡിൽസ് ചേർത്തിട്ടും നൂഡിൽസ് ചേർക്കാതെയും. ഞാനിപ്പോൾ നൂഡിൽസ് ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു വെജിറ്റബിൾ സ്റ്റോക്ക് തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 4 ക്യാബേജിൻ്റെ ലീഫ് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കണം. ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏത് വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഞാനൊരു സവോള, ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ഒന്ന് വലുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഒരു പകുതി ക്യാരറ്റും മുറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ ക്യാപ്സിക്കത്തിൻ്റെ 2 കഷ്ണമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏത് ഭാഗം വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് മല്ലിയുടെ കടഭാഗം ഇട്ട് കൊടുക്കുന്നത്. അതായത് മല്ലിയില എടുക്കുമല്ലോ, അതിൻ്റെ ആ ഒരു തണ്ടോട് കൂടി, അതായത് വേരില്ലാതെ ആ കടഭാഗവും തണ്ടും ഒരു 6-7 എണ്ണം ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. അതുപോലെ ക്യാപ്സിക്കോ, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കണമെങ്കിൽ കൂടുതലും നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് മല്ലിയുടെ ആ ഒരു തണ്ടെന്ന് പറയണത് കേട്ടോ, അതായത് കടഭാഗം. ഇനി ഇത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 1.5 ലിറ്റർ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് വറ്റി ഇതിൻ്റെ പകുതിയോളം ആവണ വരെ തന്നെ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ശരിക്കും സ്റ്റോക്കൊക്കെ നമ്മൾ തയ്യാറാക്കിയെടുക്കുക. അപ്പോഴായിരിക്കും നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. ഇത് റെഡിയായിട്ട് വരുന്ന സമയം കൊണ്ട് അപ്പുറത്തെ അടുപ്പിൽ ഒരു വലിയ പാത്രത്തിൽ ഞാൻ കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഹക്ക നൂഡിൽസ് ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് സാധാരണ ഹക്ക നൂഡിൽസാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോരുത്, അപ്പോഴിത് നന്നായിട്ട് വരില്ല. നമുക്കിതിന് ശേഷം, അതായത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ പെർഫെക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കുഴഞ്ഞു പോരുത്. ഇതിപ്പോൾ കറക്റ്റായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇത് ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം പച്ചവെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ ഇതിൽ വെച്ച് കൊടുക്കരുത്, പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ കുക്കിംഗ് സ്റ്റോപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓവറായിട്ട് കുക്കാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കോൺഫ്ലോർ ഓവറായി കഴിഞ്ഞാലും നമ്മളിത് എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയിൽ മുഴുവൻ കോൺഫ്ലോർ ആയിട്ട് വരും. അപ്പോൾ നന്നായിട്ട് വരില്ല. അപ്പോൾ മൊത്തത്തിൽ ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ നമുക്ക് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഈ നൂഡിൽസ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് നല്ല ക്രിസ്പി ആവുന്ന രീതിയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പക്ഷേ ഒരുപാട് കളർ മാറാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കണ്ട കേട്ടോ. ഈ ഒരു കളറിലെല്ലാം തന്നെ വന്നാൽ മതി. പക്ഷേ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാ നൂഡിൽസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എത്ര ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ തയ്യാറാക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് റെഡി വന്നിട്ടുണ്ട്. ഇത് പകുതിയോളമായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി നല്ല ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. അപ്പോൾ സൂപ്പ് പോലുള്ള ഐറ്റംസൊക്കെ തയ്യാറാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പച്ചക്കറികളൊക്കെ അതായത് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും നല്ല ഫ്ലേവറോട് കൂടി തന്നെ വരിക. പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് മുറിച്ചതിട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ സൂപ്പൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് എണ്ണയിൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതായിരിക്കും നന്നായിട്ട് തന്നെ വരിക.
ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറുന്ന വരെ ഇതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 1/4 കപ്പോളം അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സവാളയുടെ ഒരു ചെറിയ കഷ്ണം നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചിട്ട് അത് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ സ്പ്രിംഗ് ഓണിയനായിരിക്കും കുറച്ചും കൂടി നല്ല ഫ്ലേവറോട് കൂടി തന്നെ വരിക. ഇനി ഞാനിതിലേക്ക് ഫ്രഞ്ച് ബീൻസ് ഒരു 1/4 കപ്പോളം, 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടി കൂടുതലുണ്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന പച്ചക്കറിക്ക് അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇനി കുറച്ച് ക്യാരറ്റ് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനൊരു പകുതി ക്യാരറ്റാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. എല്ലാം നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ തന്നെ മുറിച്ചെടുക്കാം. പിന്നെ നമുക്കൊരു 1/4 കപ്പോളം അളവിൽ ക്യാബേജ് മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ വെജിറ്റബിൾസിൻ്റെ കുക്കിംഗ് ടൈമിനനുസരിച്ച് തന്നെ ചേർക്കാം കേട്ടോ. ഞാനിനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കൊക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ തന്നെ വരും സൂപ്പിനൊക്കെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെജ് മാൻചോ ഒന്നും തയ്യാറാക്കുന്ന സമയത്ത് പച്ചക്കറികളൊന്നും ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഓവറായിട്ട് കുക്കാവരുത്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക, നമ്മുടെ എരിവിനനുസരിച്ച്. ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം അളവിൽ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടായിരുന്നു നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത്, അതായത് സ്റ്റോക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് കുറഞ്ഞിട്ട് ഒരു പകുതിയോളമായിട്ട് വന്നിട്ടുണ്ട്, 1/4 ലിറ്ററോളം ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അതായത് 1/2 ലിറ്ററോളം അളവിൽ. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ചേർക്കാം. ഞാനിപ്പോൾ ഡാർക്ക് സോയാ സോസ് 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ സോസുകളൊന്നും തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല, സോയാ സോസ് മാത്രമാണ് ചേർക്കണുള്ളൂ. അപ്പോൾ വെജ് മാൻചോവും അതുപോലെ ഹോട്ട് ആൻഡ് സോർ സൂപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. നമ്മൾ വെജ് മാൻചോവിൽ സോസുകൾ കുറവായിരിക്കും ഉപയോഗിക്കുക, പക്ഷേ ഹോട്ട് ആൻഡ് സോറിൽ കൂടുതൽ സോസുകൾ നമ്മൾ ഉപയോഗിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കണം. വിനാഗിരിയുടെ അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർക്കുക, പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചിലവർക്ക് വിനാഗിരിയുടെ ആ ഒരു ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ വ്യത്യാസപ്പെടുത്താം കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുരുമുളക് പൊടിയൊക്കെ ഞാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണോളം അളവിൽ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പും കുരുമുളക് പൊടിയൊക്കെ പിന്നെ അവസാനം നമ്മൾ കഴിക്കുന്ന സമയത്ത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കറക്റ്റ് ചെയ്ത് കൊടുത്തെന്നുള്ളൂ. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ച് വെള്ളമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ സൂപ്പൊന്ന് നമുക്ക് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഡയറക്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കരുത്, മിക്സ് ചെയ്തതിന് ശേഷം മാത്രം കുറേശ്ശെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഈ സൂപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം കുറേശ്ശെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. സൂപ്പ് ഒരിക്കലും ഓവറായിട്ട് തിക്കാക്കി എടുക്കരുത്, ഒരു മീഡിയം തിക്നെസ്സോട് കൂടി തന്നെ എടുക്കുക, അതായിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. അല്ലെങ്കിൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അവസാനം നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ലീവ്സ് ചേർത്ത് കൊടുക്കുക, ഇതുപോലെ മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിളച്ച് വരും തോറും കൂടുതൽ തിക്കായിട്ട് തന്നെ വരും. അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെജ് മാൻചോ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നതും ഒരു സൂപ്പ് തന്നെയായിരുന്നു. അത് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പും അതുപോലെ ചിക്കൻ സ്റ്റോക്കും, ആ 2 വീഡിയോ കൂടി ഞാൻ ഒരുമിച്ചായിരുന്നു ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ സൂപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുല്ലോ, മാൻചോ സൂപ്പിൽ സോസുകൾ കുറവായിരിക്കുമെന്ന്. പക്ഷേ സോസുകൾ കുറവാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നൂഡിൽസ് ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു ക്രഞ്ചി ആയിട്ടുള്ളൊരു എഫക്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് തന്നെ വരുന്നത്. ഇപ്പോൾ ഹോട്ട് ആൻഡ് സോർ സൂപ്പിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും അത് തന്നെയാണ്. ഇനി നമുക്കൊരു ബൗളിലേക്ക് സൂപ്പ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത നൂഡിൽസ് സെർവ് ചെയ്യണ സമയത്ത് മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും ആ ഒരു ക്രഞ്ചി ആയിട്ട് തന്നെ നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് സൂപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് പിന്നെ നൂഡിൽസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ക്വാണ്ടിറ്റിയിൽ തന്നെ നൂഡിൽസ് ഇട്ട് കൊടുക്കുക, അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക. ഇനി നൂഡിൽസ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കണ കാരണം ഒരുപാട് നൂഡിൽസ് ഇതിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ സൂപ്പ് കവറായി പോകുമല്ലോ.
അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ലീവ്സും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ വെജ് മാഞ്ചോ സൂപ്പ് വിത്ത് ഫ്രൈഡ് ന്യൂഡിൽസ് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പ് തന്നെയാണ്. അതിനുശേഷം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു